പുതിയതായി ഇലക്ട്രിക്കൽ ഫീൽഡ് തന്നെ എല്ലാവർക്കും കൺഫ്യൂഷനുള്ള സാധനമാണ്. റിലേസ്, പ്രൊട്ടക്ഷൻസ്, വേരിയസ് പ്രൊട്ടക്ഷൻസ്, CT അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളൊരു ഐഡിയയിലൂടെ റിലേസ് എന്താണ്, ബാക്കിയുള്ള CT അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നു. ഇപ്പോൾ ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൾട്ടുകളോ എന്തെങ്കിലും അബ്നോർമലായിട്ടുള്ള സംഭവം വന്നു കഴിഞ്ഞാൽ അതിനെ എത്രയും പെട്ടെന്ന് ഐസൊലേറ്റ് ചെയ്യുക. അതായത് എത്രയും പെട്ടെന്ന് ആ ഏരിയ, ഏത് ഏരിയയിലാണ് അത് സംഭവിച്ചത്, അതിനെ എത്രയും പെട്ടെന്ന് നമ്മുടെ ഫുള്ള് ഇതിൽ നിന്ന് വിഘടിപ്പിച്ചിട്ട് അവിടെ കൂടുതൽ ഡാമേജും ഫയറും അങ്ങനെയുള്ള പല പല സേഫ്റ്റി ഇഷ്യൂസിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ ആദ്യം ഫാൾട്ട് ഡിറ്റക്റ്റ് ചെയ്യും. അതായത് ഷോർട്ട് സർക്യൂട്ടോ ഓവർലോഡൊക്കെ വരുമ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്യാം. എന്നിട്ട് ആ ഭാഗത്തിനെ ഐസൊലേറ്റ് ചെയ്യുക, ആ ഭാഗത്തിനെ ബാക്കിയുള്ളതിൽ നിന്ന് മാറ്റി വയ്ക്കുക. ഇതുകൂടാതെ ട്രാൻസ്ഫോമർ, ജനറേറ്റർ, മോട്ടർ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഹൈ കറണ്ട് വോൾട്ടേജൊക്കെ വന്ന് ഡാമേജ് ആവാതെ ഇതെല്ലാം വില കൂടിയ ഐറ്റംസാണ്. ഇതിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. അതിൽ ഏറ്റവും വലിയ ഉപരി എന്താണ്, മനുഷ്യൻ്റെ സേഫ്റ്റിയാണ്. ഷോക്കിൽ നിന്നോ ഫയറിൽ നിന്നോ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതോടെ റിലയബിലിറ്റിയും ഇത് കൂട്ടുക എന്നുള്ളത്. അതായത് വലിയ പ്രശ്നമില്ലാതെ കുറേ നേരത്തേക്ക് ഒരു സംഭവം ഓടുന്നതിനാണ് ഈ റിലയബിലിറ്റി എന്നൊരു റഫ്ലി പറയാം. നോക്കുക, പ്രശ്നങ്ങളില്ലാതെ മാക്സിമം ഓടുന്നു. ഇപ്പോൾ നമ്മുടെ വണ്ടി ഒരു പ്രശ്നമില്ലാണ്ട് കുറേ കാലം ഓടി, അത് നമുക്ക് റിലയബിളാണ്, നമ്മളതൊക്കെ അതിന് വിശ്വസ്തമാണത്, നമുക്ക് അതിനെ വിശ്വസിക്കുക. അതേപോലെ തന്നെയാണ് സിസ്റ്റവും. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ റിലേയുടെ പാർട്ടാണ് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതുകൂടാതെ പവർ സിസ്റ്റത്തിലുള്ള ഓരോ പാർട്ടും ഞാൻ ഓരോ പ്ലേലിസ്റ്റായിട്ട് ഇടുന്നുണ്ട്. സർക്യൂട്ട് ബ്രേക്കറുകളുടെ പ്ലേലിസ്റ്റ് ഓൾറെഡി വരുന്നുണ്ട്. CTയുടെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ റിലേസ് ആണ് നമ്മുടെ ഇതിലെ പ്രധാന നായകൻ. ഫാൾട്ട് കണ്ടീഷൻസിനെ ഡിറ്റക്റ്റ് ചെയ്ത് നമ്മുടെ സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സഹായിക്കുന്ന ആളാണ് റിലേസ്. അപ്പോൾ റിലേസിൻ്റെ വർക്ക് പ്രകാരം സർക്യൂട്ട് ബ്രേക്കർ, വേറെ പല ടൈപ്പ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഞാൻ ഓൾറെഡി MCB മുതൽ MCCB അങ്ങനെ പല സാധനങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അതുവഴി ഇതിൻ്റെ പ്രൊട്ടക്ഷനെ സാധ്യമാക്കുന്നതാണ് റിലേയുടെ ഉദ്ദേശം. അപ്പോൾ ഇതിനു വേണ്ടി മെഷർമെൻറ്റൊക്കെ നടത്താൻ വേണ്ടി കറണ്ട് ട്രാൻസ്ഫോമറും, വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറും, കറണ്ട് മെഷർ ചെയ്യാൻ കറണ്ട് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നു. പിന്നെ ലോഡ് ബ്രേക്ക് സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിങ് ക്ലോസിങ്ങിനൊക്കെ വേണ്ടിയുള്ള, നോർമൽ കണ്ടീഷനിൽ ഓപ്പണിങ് ക്ലോസിങ്ങിന് വേണ്ടിയുള്ളതാണ്. പിന്നെ അതുകൂടാതെ ഐസൊലേറ്റിംഗ് സ്വിച്ചൊക്കെ അതേ പർപ്പസ് തന്നെ. ചില പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് സർവീസ് ചെയ്യാൻ വേണ്ടി ആ ഭാഗത്തെ മാത്രം ഡീഎനർജൈസ് ചെയ്യാനും അത് ഉപയോഗിക്കാറുണ്ട്, ഐസൊലേറ്റിംഗ് സ്വിച്ച്. പിന്നെ ഫ്യൂസ് നമ്മുടെ ഓവർലോഡ്, ഷോർട്ട് സർക്യൂട്ട് വരുമ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യാനും, ലൈറ്റിംഗ് അറസ്റ്റർ, ഹൈ വോൾട്ടേജ് സർജസ്, അതായത് ലൈറ്റിംഗ് ഇടിമിന്നലിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനിതിൽ കൂടുതലും റിലേയുടെ പാർട്ടിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വെച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ റിലേസ് പൊതുവെ പലതരം റിലേസ് ഉണ്ട്. അതിൻ്റെ ഒരു ഓവറോൾ ഔട്ട്ലൈനാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഓവർ കറണ്ട് വന്നു കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള റിലേ ഉണ്ട്. അപ്പോൾ ഈ റിലേസിനെല്ലാം നമ്മളൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സിംഗിൾ ലൈൻ ഡ്രോയിങ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ അതിൻ്റെ അകത്ത് നമ്പേഴ്സ് ആയിരിക്കും കൂടുതൽ കാണാം. 50 51 എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഉദാഹരണത്തിന് ഇതൊരു വാക്യൂം സർക്യൂട്ട് ബ്രേക്കറിൻ്റെ പാനൽ, ഒരു HT പാനലിൻ്റെ ഡ്രോയിങ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് 50 എന്ന് എഴുതിയേക്കണം കാണാം, 50N എന്നൊക്കെ എഴുതിയേക്കണം കാണാം. അങ്ങനെ പല നമ്പേഴ്സ്, 86, 94 എന്നൊക്കെ പറഞ്ഞ നമ്പേഴ്സ് എഴുതിയേക്കണം. അപ്പോൾ ഇതെല്ലാം ഓരോ റിലേസാണ്. അതിൻ്റേതായ എക്യൂപ്മെൻറ്റ് നമ്പർ കൊടുത്തിട്ട് അത് ആ ഫങ്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇവിടെ അടിയിൽ എഴുതിയേക്കണം കാണാം, ഇൻസ്റ്റൻറ്റേനിയസ് ഓവർ കറണ്ട് റിലേ എന്ന് പറഞ്ഞാൽ A50 എന്നുള്ളത്, 50 എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് എർത്ത് ഫാൾട്ട് റിലേ, അങ്ങനെ 96 എന്ന് പറഞ്ഞാൽ മാസ്റ്റർ, 86 എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ട്രിപ്പിൽ, അങ്ങനെ ഓരോ സാധനങ്ങളും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഓവർ കറണ്ട് റിലേ എന്താ ചെയ്യുന്നത്, നമ്മളൊരു ഇത്ര വാല്യൂവിൽ വന്നു കഴിഞ്ഞാൽ അത് ഓവർ കറണ്ട് ആണെന്ന് മനസ്സിലാക്കണം എന്ന് ഇവനോട് നേരത്തെ പറഞ്ഞു വയ്ക്കും. അതായത് ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ലിമിറ്റ് വയ്ക്കും, ഇത്ര മാത്രമേ വരാൻ പാടുള്ളൂ എന്നുള്ളത്. എന്നിട്ട് അതൊരു ഷോർട്ട് സർക്യൂട്ട് ഓവർലോഡും വരുന്ന ഒരു രീതിക്ക് അത്രയും കറണ്ട് വരുന്നുള്ളൊരു അസംഷനിലേക്ക് നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ ആ കറണ്ടിനപ്പുറം മുമ്പ് ട്രിപ്പാക്കാനുള്ള മെസ്സേജ് ഇവൻ കൊടുക്കും. പിന്നെ ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്യുപ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ ഒരു ഏരിയയിൽ തുടക്കത്തിലും ഒടുക്കത്തിലും വരുന്ന കറണ്ടിന് എന്തെങ്കിലും ആവശ്യത്തിൽ കൂടുതലുള്ള ഒരു വ്യതിയാനം ഉണ്ടോ എന്നുള്ളത് നോക്കിക്കൊണ്ട്, അതായത് ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ ഒരു ഡിഫറൻസ് എടുക്കുന്ന പ്രശ്നത്തിൽ ഒരു ഡിഫറൻസ് എടുത്ത് അത് ഓക്കെ അല്ലാത്ത പക്ഷം എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ട്രിപ്പ് ചെയ്യുന്നൊരു സംവിധാനമാണത്. ഡിസ്റ്റൻസ് പ്രൊട്ടക്ഷൻ ട്രാൻസ്മിഷൻ ലൈനിലാണ് യൂസ് ചെയ്യുന്നത്.
അത് മറ്റേ റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും കൂടിയുള്ള ഇമ്പഡൻസ് എന്ന് പറഞ്ഞ വാല്യൂ യൂസ് ചെയ്തിട്ടാണ് ഫാൾട്ടിന് മനസ്സിലാക്കുന്നത്. പിന്നെ 50G 51G അല്ലെങ്കിൽ 64 എന്നൊക്കെ പറഞ്ഞത് ഗ്രൗണ്ട് ഫാൾട്ടായിട്ട് ഗ്രൗണ്ടുമായിട്ട് എന്തെങ്കിലും ബന്ധം വരുന്നോ അല്ലെങ്കിൽ ഇൻസുലേഷനൊക്കെ വരുമ്പോൾ ഇൻസുലേഷൻ ബ്രേക്ക് ഡൗൺ ഒക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്ന റിലേയാണ്. പിന്നെ ഓവർ വോൾട്ടേജ് അണ്ടർ വോൾട്ടേജ് റിലേ 5927 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ് ആയിട്ട് അല്ലാത്ത വോൾട്ടേജ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ കറണ്ട് വലിക്കുക, അങ്ങനെ ഡാമേജ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള റിലേയാണ് 59 27G. പിന്നെ ഡയറക്ഷണൽ പ്രൊട്ടക്ഷൻ റിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലായിരിക്കും കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയാൽ അത് വേറെ പല വിപത്തുകൾക്കും കാരണമാകും. അതെന്താണെന്നുള്ളത് വിശദമായിട്ട് ഏതെങ്കിലും എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ ആ ഒരു കേസുകളിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് ഡയറക്ഷണൽ പ്രൊട്ടക്ഷൻ റിലേ എന്ന് പറഞ്ഞാൽ. ആർക്ക് ഫ്ലാഷ് റിലേ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിൽ എന്തെങ്കിലും ഫോൾട്ട് വന്ന് ആർക്കൊക്കെ ഉണ്ടായി അതിൽ നിന്ന് ആക്സിഡൻസ് ഒക്കെ വരാണ്ടിരിക്കാൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആണ് 50AF 50BF എന്ന് പറഞ്ഞ 2 റിലേസ്. ഇതിൽ 50 51ഒക്കെയാണ് കൂടുതലും നമ്മൾ മിക്ക ഡ്രോയിങ്സിലും കാണാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ അകത്ത് പല സോൺസായിട്ട് തിരിക്കാം. ഇപ്പോൾ ഒരു ജനറേറ്ററിൽ നിന്നാണ് സപ്ലൈ വന്നെങ്കിൽ ആ ജനറേറ്ററിനെ തന്നെ ഒരു സോൺ വിളിക്കാം. എന്നിട്ട് അതൊരു ട്രാൻസ്ഫോമർ, ജനറേറ്റർ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജനറേറ്റർ പാർട്ടെന്ന് ഞാൻ ഇപ്പോൾ ഇതിൽ നമ്മുടെ ഡയഗ്രത്തിൽ കാണുന്നത് ഉദ്ദേശിക്കുന്ന മറ്റേ നമ്മുടെ ജനറേറ്റിംഗ് സ്റ്റേഷൻ, ഏതെങ്കിലും ഇടുക്കി പോലത്തെ ഏതെങ്കിലും ജനറേറ്റിംഗ് സ്റ്റേഷനിലെ കേസാണ് പറയുന്നത്. അവിടെ നിന്ന് നമ്മുടെ സോൺ 2, അതായത് നമ്മുടെ പ്രെമിസസിലേക്ക് എത്തി. അപ്പോൾ അവിടെ ഒരു HT പാനൽ വയ്ക്കും. പിന്നെ അതുകൂടാതെ നമ്മുടെ ട്രാൻസ്ഫോമർ വയ്ക്കും. ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട് വേറൊരു ഒരു തേർഡ് ഒരു പാനലിൻ്റെ അകത്തേക്ക് പോകും. അപ്പോൾ പാനൽ തന്നെ പല പല വഴിക്കായിട്ടൊക്കെ തിരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ നമ്മുടെ സോൺ 2-ൽ വരുന്നത് ട്രാൻസ്ഫോമറിൻ്റെ HT സൈഡും സോൺ 3-ൽ LT സൈഡൊക്കെയാണ് വരുന്നത്. പിന്നെ സോൺ 4 സോൺ 5 ഒക്കെ LT സൈഡിലെ പല പല വിഭാഗങ്ങൾ. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ 3 ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിൽ ഒറ്റ ട്രാൻസ്ഫോമർ വെച്ചിട്ട് ആ 3 ബിൽഡിങ്ങിലേക്കും ഈ ട്രാൻസ്ഫോമറിന് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ 3 ബിൽഡിങ്ങും സോൺ 4 5 6-ൽ പെടുന്ന ബിൽഡിങ്ങാണ്. ആ മെയിൻ ട്രാൻസ്ഫോമറാണ് സോൺ 2-ൽ വരുന്നത്. അപ്പോൾ അങ്ങനെ അതേപോലെ നമുക്ക് ഡിവൈഡ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ എല്ലാത്തിലും ബേസിക്കലി അബ്നോർമൽ കണ്ടീഷനിൽ നിന്ന് ഓവർ കറണ്ട്, ഓവർ വോൾട്ടേജ്, ഫ്രീക്വൻസി കുറയലും അങ്ങനത്തെ മെക്കാനിക്കൽ ഇഷ്യൂസ്, അങ്ങനെ പല കാര്യങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ജനറേറ്ററിൻ്റെ കേസിലാണ് നോക്കേണ്ടത്. ട്രാൻസ്ഫോമറിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷനും ഓവർ കറണ്ട്, പിന്നെ ബുക്ക് ഹോൾസ് റിലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഓയിലിൻ്റെ ഹീറ്റിംഗ് ഒക്കെ വരുമ്പോൾ ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള പാർട്ട്, ഓയിൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ അതിൻ്റെ പാർട്ടിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ വൈൻഡിങ് ഇൻസുലേഷൻ ഫെയിലിയർ ഒക്കെ വരുമ്പോഴും ഇത് ആവാറുണ്ട്. പിന്നെ മോട്ടർ പ്രൊട്ടക്ഷൻ വേണ്ടി ഞാൻ MPCBയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു, മോട്ടർ പ്രൊട്ടക്ഷൻ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൽ അതേപോലത്തെ ഐറ്റംസ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ബസ് ബാറിന് വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻസും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഫീഡർ മെയിൻ അതിലേക്ക് വരുന്ന കേബിളിൻ്റെയൊക്കെ പാട്ടും നോക്കാറുണ്ട്. ഈ പല സോണുകളും ഓവർലാപ്പ് ചെയ്ത് വെക്കണം. കാരണം പ്രൊട്ടക്ഷൻ വരാതെ ഒരു കേബിളിൻ്റെ പാർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് ഒരിക്കലും ഇരിക്കരുത്. അതിലെന്തെങ്കിലും ഫോൾട്ട് വന്നാൽ നെക്സ്റ്റ് അതിൻ്റെ മുകളിലേക്കുള്ളൊരു സാധനം ട്രിപ്പ് ആവണം. അപ്പോൾ ഉദാഹരണത്തിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഒരു മെയിൻ നമ്മുടെ ഇവിടെ 2 സെറ്റായിട്ട് ഡിവൈഡ് വിത്തൗട്ട് സെലക്റ്റീവ് കോർഡിനേഷൻ വിത്ത് സെലക്റ്റീവ് കോർഡിനേഷൻ എന്ന് പറഞ്ഞ് 2 പാർട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മെയിൻ പാനലിൻ്റെ ഒന്ന് സബ്ബായിട്ട് ഡിവൈഡ് ചെയ്ത് വരുന്ന പാനൽസാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പാനലിൽ നിന്ന് പിന്നെ സബ് ഡിവൈഡ് ചെയ്തു. ഞാൻ ലെഫ്റ്റിൽ ഇതാണ് പറയുന്നത്. ഇവിടെ ഒരു പാനൽ, അതിൽ നിന്ന് 4 ഔട്ട് ഗോയിങ്സ് വരുന്നു. ഇവിടെ 4 ഔട്ട് ഗോയിങ്സ്, അതിൽ നിന്ന് ഈ റെഡിൽ നിന്ന് പിന്നെയും ഡിവൈഡ് ചെയ്ത് പോകുന്നു. ആ റെഡിൽ നിന്ന് പിന്നെയും ഡിവൈഡ് ചെയ്ത് പോകുന്നു. ഏറ്റവും എൻഡിൽ മോട്ടേഴ്സ് ഉണ്ട്. അതൊക്കെ വിചാരിക്കുക. പാനലുകൾ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് എൻഡ് ടു എൻഡ് പാനൽ വരുന്നൊരു സിനാരിയാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പം നമ്മൾ കോർഡിനേഷൻ എന്ന് പറഞ്ഞ പാർട്ട് കറക്റ്റാക്കിയിരുന്നില്ലെങ്കിൽ അതെന്താണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിക്കണതെന്ന് ഞാൻ പറഞ്ഞുതരാം. മീൻസ് കോർഡിനേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് കറക്റ്റായില്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോർഡിനേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ എളുപ്പമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇതാണ് മോട്ടർ. ഞാനിപ്പോൾ ഈ റൈറ്റിലുള്ള വിത്ത് സെലക്റ്റീവ് കോർഡിനേഷൻ എന്ന് പറഞ്ഞ ആ പാർട്ടിൽ എഴുതിയേക്കുന്നതിൽ ഇവിടെ ഒരു ഫോൾട്ട് സംഭവിച്ചു. മോട്ടറിൻ്റെ തൊട്ട് മുമ്പിൽ കേബിളിൽ ഫോൾട്ട് സംഭവിച്ചു. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ അതിന് മുമ്പിലുള്ള ബ്രേക്കർ ഓപ്പണായി, അതായത് അത് ട്രിപ്പായി. പിന്നെ ബാക്കിയുള്ളതിനും ഒന്നും സംഭവിക്കാത്ത പോലെ അത് അതിൻ്റെ വർക്ക് കണ്ടിന്യൂ ചെയ്യും. അതാണ് കോർഡിനേഷൻ ഉള്ളപ്പോൾ. ഈ കോർഡിനേഷൻ ഇല്ലാത്ത പക്ഷം എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ് ഈ ലെഫ്റ്റിൽ കാണിച്ചിരിക്കുന്നത്. ഒരു മോട്ടറിൽ ഫോൾട്ട് ഉണ്ടായി. അപ്പോൾ ആ ഫോൾട്ട് ഉണ്ടായപ്പോൾ അതിൻ്റെ മുകളിലുള്ള സാധനം ഓപ്പണായി, അതിൻ്റെ മുകളിലുള്ള സാധനം ഓപ്പണായി. ഇത് ഓപ്പൺ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള മോട്ടറും വെറുതെ ക്ലോസ് ആവും. അതിനൊന്നും പ്രശ്നം പോലും ഇല്ല. 2 മോട്ടറും ചിലപ്പോൾ 2 സ്ഥലങ്ങളിലായിരിക്കും ഇരിക്കണം. അപ്പോൾ
ഒരു പ്രശ്നം പോലും ഇല്ലാത്ത സാധനം ക്ലോസ് ആവുന്നു. അതുകൂടെ അതിൻ്റെ മുകളിലത്തെ സാധനം ക്ലോസ് ആവുന്നു. വിച്ച് മീൻസ് ഇതിലും സപ്ലൈ വരാത്ത അവസ്ഥ വരും. പിന്നെ ഇത് ക്ലോസ് ആവുന്നു, മുകളിലത്തെ ക്ലോസ് ആവുന്നു. അതായത് നമ്മൾ തമാശയ്ക്ക് അറിയില്ലേ, ഇവിടെ മോട്ടർ കുത്തിയപ്പോഴത്തേക്ക് ഇടുക്കിയിൽ കറണ്ട് വരെ അടിച്ചു പോയി എന്ന് പറഞ്ഞ പോലുള്ള ഒരു അവസ്ഥ അതിൻ്റെ അകത്ത് വരും. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ നമ്മൾ കോർഡിനേഷൻ കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ പ്രൊട്ടക്ഷൻ കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഒരു ലോക്കലൈസ്ഡ് ആ സ്ഥലത്ത് മാത്രമാണ് ട്രിപ്പിംഗ് വരാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മളാക്കണം. അതാണ് ഇവിടെ എഴുതിയത്. സെലക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഓൺലി ഫാൾട്ടഡ് സെലക്ഷൻ ആയിരിക്കും ഡിസ്കണക്റ്റ് ആവേണ്ടത്. സ്പീഡ് ക്വിക്ക് ആയിരിക്കണം, ഡാമേജ് അധികം വരാണ്ടിരിക്കണം, റിലയബിലിറ്റി ആയിരിക്കണം. വിശ്വസ്തമായിട്ട് ഇത് തന്നെ നീ ട്രിപ്പ് ആവുകൂടെ എന്നുള്ളൊരു ഇത് വരരുത്, ട്രിപ്പ് ആവണം. പിന്നെ ബാക്കപ്പ് പ്രൊട്ടക്ഷൻ, മറ്റേത് ഫെയിലായാൽ മുകളിലത്തെ ട്രിപ്പ് ആവും. അങ്ങനെ ബാക്കപ്പ് പ്രൊട്ടക്ഷൻ കൂടി ഇതിൻ്റെ അകത്ത് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ കേസുകളിൽ യൂസ് ചെയ്യുന്ന ആളാണ് റിലേ. ഇതാണ് ഏറ്റവും ഇതിൻ്റെ മെയിൻ നായകൻ. ഇവനാണ് ഈ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇവൻ ഒറ്റയാളായിരിക്കാം, പല ആളുകളായിരിക്കും. ഇപ്പോൾ പല നമ്പേഴ്സൊക്കെ ഉണ്ടല്ലേ, അങ്ങനെ പല രീതിക്കായിരിക്കാം. ചിലപ്പോൾ എല്ലാം കൂടി ചേർന്ന് ഒറ്റ ഒരു സാധനമായിരിക്കും. അപ്പോൾ അതിൻ്റെ 3 ഗുണങ്ങൾ അല്ലെങ്കിൽ 3 ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൾട്ട് ഡിറ്റക്റ്റ് ചെയ്യണം, എന്നിട്ട് അതനുസരിച്ച് ഡിസിഷൻ മേക്ക് ചെയ്യണം. അതായത് ഫാൾട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നത് എന്താണ്, വോൾട്ടേജാണോ, കറണ്ടാണോ, എന്താണോ, എന്തിൻ്റെ പ്രശ്നമാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ഒരു ഡിസിഷൻ ഫാൾട്ട് മനസ്സിലാക്കിയതിന് ശേഷം ആ സിഗ്നൽ നോക്കിയിട്ട് എന്താണ്, സിവിയർ ആണോ അതോ ഇപ്പോൾ അത് പോവുമോ എന്നുള്ള കാര്യം നോക്കുക. അങ്ങനെ സിവിയറോ അല്ലെങ്കിൽ ട്രിപ്പ് ആക്കേണ്ട ഒരു അവസ്ഥ സംജാതമാവുകയാണെങ്കിൽ അത് ട്രിപ്പ് ചെയ്യാനുള്ള പരിപാടി നമ്മൾ ചെയ്യാം. അതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ റിലേ ബേസിക്കലി 3 ടൈപ്പാണ് ഉള്ളത്. ഫസ്റ്റ് ഇലക്ട്രോ മെക്കാനിക്കൽ റിലേ ആണ്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു എക്സാമ്പിൾ പടം കാണിച്ചേക്കണതാണ്. അത് കുറച്ച് മെക്കാനിക്കൽ മൂവ്മെൻറ്റ്സ് ആണ് അതിൻ്റെ ഉള്ളത്. സോളിനോയിഡും പിന്നെ ഡിസ്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, കോയിൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇതിൽ ട്രിപ്പിംഗ് ആക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കോണ്ടാക്ട്സ് ഓൺ ഓഫ് ആവുന്ന മെക്കാനിക്കലി ആയിരിക്കും. പിന്നെ സ്റ്റാറ്റിക് റിലേ എന്നൊക്കെ പറഞ്ഞാൽ ഡയോഡും സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസും കോമ്പണൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. മൂവിങ് പാർട്സ് അധികം ഉണ്ടാവില്ല. അതും ഫാൾട്ട് ഡിറ്റക്റ്റ് ചെയ്തിട്ട് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ന്യൂമറിക്കൽ റിലേസാണ്, ഡിജിറ്റലാണ് സാധനം. ഡിജിറ്റൽ റിലേയുടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അനാലിസിസും മോണിറ്ററിങ്ങും എല്ലാം പ്രോഗ്രാംഡാണ്. അപ്പോൾ അതായത് ഇതിൻ്റെ അകത്ത് കൂടുതലും പല റിലേസിൻ്റെ ഫംഗ്ഷൻ നമ്മൾ പഠിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 50, 51 എന്നൊക്കെ പറഞ്ഞ കുറേ റിലേസ് പറഞ്ഞില്ലേ, ഇതെല്ലാം സെപ്പറേറ്റ് നമ്മൾ വയ്ക്കണതിന് പകരം ഇതിൻ്റെ സ്വഭാവം നമ്മൾ അതെങ്ങനെ ഓരോന്നിനും ഓരോ സ്വഭാവത്തിൽ അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സാധനം നമ്മൾ ഇതിൽ പ്രോഗ്രാം ചെയ്താൽ മതി. ഇതിൻ്റെ അകത്തുള്ള ബട്ടൺസിലൊക്കെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഓരോ റിലേസും എങ്ങനെ വർക്ക് ചെയ്യണം, ഏത് രീതിയിൽ വർക്ക് ചെയ്യണം എന്നുള്ള അതെല്ലാം അൾട്ടിമേറ്റ്ലി നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് മെഷർ ചെയ്തതിന് ശേഷം അത് നോർമലാണോ അബ്നോർമലാണോ, വോൾട്ടേജ് മെഷർ ചെയ്ത് നോർമലാണോ അബ്നോർമലാണോ, ഫ്രീക്വൻസി അങ്ങനെ എന്തൊക്കെ ക്വാണ്ടിറ്റീസ് ഉണ്ടോ അതെല്ലാം മെഷർ ചെയ്ത് നോർമലാണോ അബ്നോർമലാണോ എന്ന് തീരുമാനിച്ചതിന് ശേഷം ട്രിപ്പിംഗ് ചെയ്യണോ വേണ്ടതെന്നുള്ള ആക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇവനെ പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ ഇവൻ ഈ പറഞ്ഞ എല്ലാ പണിയെടുക്കും. ഇവൻ ബംഗാളിയാണ്, മറ്റവരെ പോലെ സെപ്പറേറ്റ് വേണ്ട, ഇവൻ എല്ലാ പണിയെടുത്തോളും. അപ്പോൾ എല്ലാത്തിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എഴുതിയേക്കുന്നതാണ്. ഇലക്ട്രോ മെക്കാനിക്കൽ ഭയങ്കര സിമ്പിളാണ്, റോബസ്റ്റ്, ഈസിലി പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ മറ്റേ സ്റ്റാറ്റിക് റിലേയാണ് കുറച്ചും കൂടി ഫാസ്റ്റർ ഓപ്പറേഷൻ ഈ അതിനേക്കാളും ഫാസ്റ്ററും അക്യുറേറ്റുമാണ് ഡിജിറ്റൽ. അതിൽ മൾട്ടിപ്പിൾ പ്രൊട്ടക്ഷൻ ഫങ്ഷൻസ് ഉപയോഗിക്കാം. അതാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത്. പല കാര്യങ്ങൾ അവൻ ബംഗാളിയാണ് എല്ലാ പണിയെടുത്തോളം എന്നുള്ള കാര്യം പറഞ്ഞത്. മാത്രമല്ല ഇതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഈസിയാണ്. മറ്റേലേക്ക് കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. ഇപ്പോൾ ഡിജിറ്റൽ ആയതുകൊണ്ട് നമുക്ക് പല റിമോട്ടിലി ഇതിൻ്റെ ഡാറ്റാസൊക്കെ നമുക്ക് കളക്ട് ചെയ്യാനൊക്കെ പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിനും പറയുകയാണെങ്കിൽ ഇലക്ട്രോ മെക്കാനിക്കൽ കുറച്ച് വലുതായിരിക്കും, ഈ കോയിലും ഇതൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ വിയർ ആൻഡ് ടിയേഴ്സ് ഉണ്ടാവും, സാധനം അതൊക്കെ ഡാമേജ് ആവും. പിന്നെ സ്റ്റാറ്റിക് റിലേസ് ആണെങ്കിൽ ഫ്ലെക്സിബിലിറ്റി കുറവാണ്, നമുക്ക് അധികം യൂസ് ചെയ്യാൻ ഇത്തിരി പ്രശ്നമാണ്. ഡിജിറ്റലിൻ്റെ കേസ് വേറെ പ്രശ്നമൊന്നുമില്ല, ഹയർ കോസ്റ്റ് ആയിരിക്കും. പിന്നെ അത് കോൺഫിഗറേറ്റ് ചെയ്യാൻ ഈ പറഞ്ഞ മൈക്രോ പ്രോസസ്സറൊക്കെ ഉള്ളതുകൊണ്ടുള്ള കുറച്ച് കോംപ്ലക്സിറ്റി അതിനകത്തുണ്ട് ഓൾഡർ റിലേക്കാളും. ഈ ഇലക്ട്രോ മെക്കാനിക്കൽ റിലേ അപ്ലൈ ചെയ്തിരുന്ന പണ്ടത്തെ പഴയ പാനൽസ് ഇതൊക്കെ എടുത്ത് നോക്കിയാൽ മോട്ടോർ, ട്രാൻസ്ഫോമർ എല്ലാത്തിനും ഇത് വരുന്നുണ്ട്. പിന്നെ ഒരു ഇടക്കാലത്താണ് നമ്മുടെ ഈ സ്റ്റാറ്റിക് റിലേസ് വരാൻ തുടങ്ങിയത്. ഇപ്പോൾ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഇതിലെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിജിറ്റൽ റിലേസാണ് കാണുന്നത്. കാരണം ഒരു വെടിക്ക് എല്ലാ പണികളും ഇവൻ ചെയ്തോളും. അപ്പോൾ റിലേ
നമ്മൾ ബേസിക്കലി ഫങ്ഷൻ ബേസ് ചെയ്താണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ ഫങ്ഷൻ എന്ന് ഉദ്ദേശിച്ചത് എന്തിനെയാണ് അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, എന്തിൽ നിന്നാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഓവർ കറണ്ടിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാം, ഓവർ വോൾട്ടേജ് പ്രൊട്ടക്റ്റ് ചെയ്യാം, അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഓവർ കറണ്ടിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന റിലേ നമ്മൾ നേരത്തെ പറഞ്ഞു 50-51 എന്നാണ് അതിന് പേരിടുന്നത്. ഷോർട്ട് സർക്യൂട്ട് ഓവർലോഡ് മൂലം ഉണ്ടാകുന്ന അധികമായിട്ടുള്ള കറണ്ടിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ഇവൻ്റെ പണി. മെയിനായിട്ടത് കറണ്ട് ഇങ്ങനെ ഒരു CT യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം ഈ കറണ്ട് ആവശ്യത്തിൽ കൂടുതലാണെന്ന് മനസ്സിലാക്കിയാൽ ട്രിപ്പാക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യും. അതാണ് ഇവൻ്റെ പണി. അപ്പോൾ ട്രാൻസ്ഫോമർ, മോട്ടർ മുതലായ സാധനങ്ങളിൽ ഇത് യൂസ് ചെയ്യാം. ഈ ഓവർ കറണ്ട് വന്നാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓവർ ഹീറ്റിങ്ങും ഇൻസുലേഷൻ ഡാമേജും പിന്നെ സൗണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ലാസ്റ്റ് ഫയർ ഉണ്ടാവാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഇവൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഓവർ കറണ്ടിൽ 15-51 എന്നൊക്കെ പറഞ്ഞ് വന്നേക്കണ വേറെ ഒന്നുമല്ല, അത് അതിൻ്റെ ഒരു ഗ്രാഫ് അനുസരിച്ചാണ്. ഈ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ 50 എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് ഓവർ കറണ്ട് എന്ന് പറയും. അതായത് അപ്പം തന്നെ ട്രിപ്പാവും. അതായത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്തൊരു വാല്യൂ കറണ്ട് എത്തിക്കഴിഞ്ഞാൽ അവനപ്പം ട്രിപ്പാവും. അതായത് 5 to 10 ഇരട്ടി നോർമൽ കറണ്ടായിട്ടൊക്കെ ആയിരിക്കും നമ്മൾ വയ്ക്കുന്നത്. ആ കറണ്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ അവൻ ട്രിപ്പാവും എന്ത് അവസ്ഥ വന്നാലും. ഈ 51 എന്ന് പറഞ്ഞ ടൈം ഓവർ കറണ്ട് അതിൽ ശരിക്കും നമുക്കൊരു ഡിലേ കൊടുക്കാം. അതായത് ചിലപ്പോൾ ഒരു മോട്ടറൊക്കെ ആണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഒരു സ്റ്റാർട്ടിങ് കറണ്ട് ഇത്തിരി കൂടുതലായിരിക്കും. അപ്പോൾ അത് കണ്ടിട്ട് അത് ഷോർട്ട് സർക്യൂട്ടാണെന്ന് പറഞ്ഞ് ട്രിപ്പാവാൻ നിന്നാൽ പിന്നെ ആ മോട്ടർ ഓണാക്കാനേ പറ്റില്ല. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ആ ഒരു ടൈം ഡിലേ കൊടുക്കും. ഇപ്പോൾ നമ്മുടെ 1000 ആംപിയറാണ്, അതിൻ്റെ 2 ഇരട്ടി വന്നു, അത് ഇത്ര സെക്കൻഡ് നിന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ നീ ട്രിപ്പാക്കിക്കോ, ഇല്ലെങ്കിൽ വേണ്ട, ട്രിപ്പാക്കണ്ട. അതായത് സ്റ്റാർട്ടിങ്ങിൽ ഒരു 2000 വന്നിട്ട് പിന്നെ 1000ലേക്ക് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് പ്രശ്നമില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയി എന്ന് മനസ്സിലാക്കും. അതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ അതുകൂടാതെ ഈ ഗ്രാഫിക്കലി ഈ ടൈം ഡിലേ പല ഇത് വരും. ഇൻസ്റ്റൻറ്റേനിയസ് പറഞ്ഞാൽ അപ്പോൾ തന്നെ ട്രിപ്പ് ആവുന്നത്. അതായത് ഇപ്പോൾ കൊണ്ട് ഇതിൽ N/I എന്ന് എഴുതിയേക്കുന്നത് I എന്ന് പറഞ്ഞാൽ റേറ്റഡ് കറണ്ട്, അതിൻ്റെ എത്ര ഇരട്ടി. ഇപ്പോൾ റേറ്റഡ് കറണ്ടിൻ്റെ 10 ഇരട്ടി വന്നാൽ ഇത്ര സെക്കൻഡിൽ ട്രിപ്പ് ആവണം എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ അത് ആ കറണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കില്ല, അപ്പം തന്നെ ട്രിപ്പാവും, ഡിലേ ഒന്നും കൊടുക്കില്ല. ഡെഫിനിറ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കറണ്ടിൻ്റെ വാല്യൂ വന്നാൽ, ഇപ്പോൾ ഇത് കാണിച്ചേക്കുന്നത് ഇത്രയും നേരത്തേക്ക് അത് വർക്ക് ചെയ്തിട്ട് എന്നിട്ടായിരിക്കും അത് ട്രിപ്പ് ആവുന്നത്. അതായത് ഇത്ര ടൈം ഡിലേ കൊടുക്കും, വേണോ ട്രിപ്പ് ആവണോ എന്നൊരു ചിന്തിച്ചിട്ടായിരിക്കും ട്രിപ്പ് ആവുന്നത്. അതാണ് ഡെഫിനിറ്റ് ടൈം എന്ന് പറഞ്ഞത്. ഈ ഇൻവേഴ്സ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇത്ര മീനിങ് ഉള്ളൂ. നോർമൽ കറണ്ട് ആകുമ്പോൾ ട്രിപ്പ് ആവേണ്ട ആവശ്യമില്ല, അത് അതിന് ട്രിപ്പിംഗ് ടൈം എന്ന് പറഞ്ഞ വാല്യൂ സെറ്റ് ചെയ്യില്ല. പക്ഷേ നോർമലിനേക്കാളും ഒരു ഇത്തിരി ഓവർലോഡ് കറണ്ട് 100 ആംപിയറിന് പകരം 100 ആംപിയറിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ മാക്സിമം കറണ്ട് അതാണ്. അപ്പോൾ 110 വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു 10 സെക്കൻഡ് എടുത്ത് ട്രിപ്പാവും. ഇനി 120 വന്നാൽ അത് ചിലപ്പോൾ ഒരു 8 സെക്കൻഡ് എടുത്ത് ട്രിപ്പാവും. അതേപോലെ അതിൻ്റെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ബേസിക്കലി പറഞ്ഞാൽ കൂടുതൽ കറണ്ട് വന്നാൽ കുറച്ച് ടൈം കൊണ്ട് ട്രിപ്പാവും, കുറച്ച് കറണ്ട് ആണെങ്കിൽ കൂടുതൽ ടൈം എടുത്ത് ട്രിപ്പാവണം വേണ്ടതെന്ന് നോക്കും, എന്നിട്ട് ട്രിപ്പാവും. അതാണ് ഈ റിലേസിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇതൊരു വലിയ വീഡിയോ ആയി മാറാണ്ടിരിക്കാൻ നമുക്ക് പാർട്ടായിട്ട് ചെയ്യാം. അപ്പോൾ തൽക്കാലം ഇത് വെച്ച് നിർത്തുന്നു. താങ്ക് യു.